എല്ലാവർക്കും അക്കൂസ് ഇൻഫോ വേൾഡിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ എക്സൽ ട്യൂട്ടോറിയലിലെ രണ്ടാമത്തെ വീഡിയോ ആണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ MS ഓഫീസിന്റെ പൊതുവായിട്ടുള്ള കുറച്ച് ബേസിക് കാര്യങ്ങളാണ് നോക്കിയത്. ഇന്ന് നമുക്ക് എക്സലിന്റെ കുറച്ച് ഷോർട്ട് കട്ടുകളും എക്സൽ ഈസി ആയിട്ട് യൂസ് ചെയ്യാനുള്ള കുറച്ച് ടിപ്സുകളൊക്കെ നോക്കാം. നമ്മൾ പൊതുവേ ഒരു എക്സൽ ഫയലിനെ എക്സൽ വർക്ക് ബുക്ക് എന്ന് വിളിക്കും. ഒരു വർക്ക് ബുക്കിൽ ഒന്നോ അതിലധികമോ വർക്ക് ഷീറ്റുകൾ ഉണ്ടാവും. നമ്മുടെ ഈ വർക്ക് ബുക്കിന്റെ പേര് example1 എന്നാണ്. നമുക്കിവിടെ കാണാൻ പറ്റും. ഈ വർക്ക് ബുക്കിന് 3 ഷീറ്റുകളുണ്ട്. അത് നമുക്കിവിടെ ഏറ്റവും താഴെ ഇവിടെ കാണാൻ പറ്റും. ഷീറ്റ് 1, ഷീറ്റ് 2, ഷീറ്റ് 3 ഇങ്ങനെ 3 വർക്ക് ഷീറ്റുകളുണ്ട്. ഓരോ ഷീറ്റിലും നമുക്കിങ്ങനെ ഒരുപാട് ചതുരക്കള്ളികൾ കാണാൻ പറ്റും. ഇതിന് നമ്മൾ സെൽ എന്നാണ് വിളിക്കുക. റോസ് ആൻഡ് കോളംസ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന സെല്ലുകൾ. ഒരു ഷീറ്റിന് മുകളിൽ ABCD എന്ന് പറഞ്ഞ് കാണുന്നതാണ് കോളം ഹെഡേഴ്സ്. ഓരോ കോളത്തെയും റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ആൽഫബറ്റിക്കൽ ഉപയോഗിച്ചിട്ടാണ്. ABCD എന്നുണ്ട്. ഈ കാണുന്നത് കോളം A, ഈ കാണുന്നത് കോളം B. ഈ സൈഡിൽ കാണിച്ചിരിക്കുന്നത് 1 2 3 4 എന്ന് പറഞ്ഞ് താഴോട്ട് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത് റോസിനെയാണ്. ഇതിൽ ഓരോ ന്യൂമറിക് വാല്യൂസും റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഓരോ റോവിനെയാണ്. 1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോ, 2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് റോ എന്നിങ്ങനെ താഴോട്ട് കാണിച്ചിരിക്കുന്നു. ഒരു സെല്ല് ഏത് റോയിലാണ് ഏത് കോളത്തിലാണ് എന്ന് നോക്കിയാണ് ആ സെല്ലിന് പേര് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ സെല്ല് ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന സെല്ല് A1 എന്നുള്ള സെല്ലാണ്. ഫസ്റ്റ് റോയിൽ A എന്നുള്ള കോളത്തിൽ ഉള്ള സെല്ലാണ് ഇത്. നമുക്കിവിടെ കാണാം, ഇതാണ് നെയിം ബോക്സ്. നമ്മളെ ഇപ്പോൾ ആക്റ്റീവ് ആയിരിക്കുന്ന സെല്ലിൻ്റെ പേര് നമുക്ക് ഇവിടെ നെയിം ബോക്സിൽ കാണാൻ പറ്റും. ഞാൻ ഇത് സെലക്ട് ചെയ്തപ്പോൾ ഇവിടെ A1 എന്നാണ് കാണിച്ചത്. ഇത് സെലക്ട് ചെയ്തപ്പോൾ അത് മാറി B1 ആയി. എന്ന് വെച്ചാൽ ഫസ്റ്റ് റോയിൽ B എന്നുള്ള കോളം. ഇവിടെ സെലക്ട് ചെയ്തപ്പോൾ H12 എന്നായി. H എന്നുള്ള കോളം 12th റോ. നമുക്ക് ഷീറ്റിൽ ഇങ്ങനെ താഴോട്ടേക്ക് എത്ര റോസ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടി നമുക്കിങ്ങനെ കീബോർഡിൽ ഡൗൺ എയറോ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് താഴോട്ടേക്ക് പോകാം. അല്ലെങ്കിൽ ഇവിടെ ഈ സൈഡിൽ കാണുന്ന ഈ ബാറിൽ ഡ്രാഗ് ചെയ്യാം. ഈ എയറോ മാർക്കിലും ക്ലിക്ക് ചെയ്ത് താഴോട്ടേക്ക് പോകാം. പക്ഷേ ഇങ്ങനെ താഴോട്ടേക്ക് പോകുമ്പോൾ ഒരു ഏറ്റവും ലാസ്റ്റ് റോയിലെത്താൻ വേണ്ടി ഒരുപാട് സമയം എടുക്കും. അപ്പോൾ അതിന് വേണ്ടി ഒരു കീബോർഡ് ഷോർട്ട് കട്ട് ഉണ്ട്. നമ്മൾ കൺട്രോൾ ഡൗൺ എയറോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും അവസാനത്തെ റോയിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഇവിടെ നിന്ന് തിരിച്ച് നമുക്ക് ഫസ്റ്റ് റോയിൽ തന്നെ എത്തണമെങ്കിൽ കൺട്രോൾ അപ്പ് എയറോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ A1 എന്നുള്ള ഫസ്റ്റ് റോയിലെത്തി. അതേപോലെ തന്നെ കോളത്തിലും നമുക്ക് എത്ര കോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ഒന്നുകിൽ നമ്മൾ കീബോർഡിൽ റൈറ്റ് എയറോ ക്ലിക്ക് ചെയ്ത് പോകാം, അല്ലെങ്കിൽ ഈ ബാർ ഉപയോഗിച്ച് ഇവിടെയുള്ള എയറോ മാർക്കുകൾ ക്ലിക്ക് ചെയ്ത് പോകാം. കൺട്രോൾ റൈറ്റ് എയറോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് കോളമായ XFD എന്നുള്ള കോളത്തിലേക്ക് നമ്മളെത്തി. ഇവിടെ നിന്ന് തിരിച്ച് ഫസ്റ്റ് കോളത്തിലേക്ക് തന്നെ പോകണമെങ്കിൽ കൺട്രോൾ ലെഫ്റ്റ് എയറോ. നമ്മളുടെ ഷീറ്റിൽ എവിടെയാണെങ്കിലും അവിടെ നിന്ന് നമുക്ക് ഫസ്റ്റ് സെല്ലിലോട്ട് പോകണമെങ്കിൽ എന്ന് വെച്ചാൽ A1 എന്നുള്ള സെല്ലിലോട്ട് പോകണമെങ്കിൽ കീബോർഡിൽ കൺട്രോൾ ഹോം ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. നമ്മൾ ഈ നാവിഗേഷൻ ഇപ്പോൾ ചെയ്തത് ബ്ലാങ്ക് ഷീറ്റിലാണ്. ഇതേ കാര്യം നമ്മൾ ഡാറ്റാസ് ഉള്ള ഷീറ്റിൽ ചെയ്താൽ എന്താ സംഭവിക്കാൻ നോക്കാം. കൺട്രോൾ എയറോ കീ കോമ്പിനേഷൻ ഇവിടെ വർക്ക് ചെയ്യുന്നത് കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ്, പക്ഷേ നമുക്ക് കുറച്ചും കൂടി യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിലാണ്. ഞാനിവിടെ കാണിച്ചു തരാം. ഞാൻ ഈ സെല്ല് സെലക്ട് ചെയ്തു. ഞാൻ ഇവിടുത്തെ കൺട്രോൾ റൈറ്റ് എയറോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടു ഏറ്റവും അവസാനത്തെ കോളത്തിലേക്കാണ് പോകുന്നതെന്ന്. ഇവിടെ പോവുക ഉണ്ടോ, ഈ സെല്ലിലേക്കാണ് പോകുന്നത്. ഞാൻ ഇവിടുന്ന് വീണ്ടും ക്ലിക്ക് ചെയ്തപ്പോൾ ഈ സെല്ലിലോട്ട് വന്നു. ഇവിടുന്ന് വീണ്ടും ക്ലിക്ക് ചെയ്തപ്പോൾ ഈ സെല്ലിലോട്ട് വന്നു. ഇവിടുന്ന് വീണ്ടും ക്ലിക്ക് ചെയ്തപ്പോൾ ഏറ്റവും ലാസ്റ്റിലത്തെ കോളത്തിലോട്ട് പോയി. ഇതേപോലെ തന്നെ ഡൗൺ എയറോ, കൺട്രോൾ ഡൗൺ എയറോ ഞാൻ ഇവിടെ വന്ന് ക്ലിക്ക് ചെയ്യാൻ പോവാണ്. ആദ്യം വരുന്നത് ഈ സെല്ലിലേക്കാണ്, പിന്നെ വരുന്നത് ഈ സെല്ലിലോട്ടാണ്. ഇവിടുന്ന് വീണ്ടും ക്ലിക്ക് ചെയ്തപ്പോൾ ഏറ്റവും ലാസ്റ്റിലത്തെ റോയിലോട്ട് പോയി. ഇങ്ങനെ ഒരു കണ്ടിന്യൂറ്റി ബ്രേക്ക് ചെയ്യുന്ന സെല്ലുകളിലേക്കാണ് കൺട്രോൾ എയറോ കീ ഉപയോഗിച്ച് നാവിഗേഷൻ നടക്കുന്നത്. നമ്മൾ ഈ സെല്ല് മുതൽ ഈ സെല്ല് വരെ ഡാറ്റ ഉണ്ടായിരുന്നു, ഈ സെല്ലിൽ ഡാറ്റയില്ല. നമ്മൾ ഇവിടുന്ന് കൺട്രോൾ എയറോ കീ ക്ലിക്ക് ചെയ്തപ്പോൾ ഈ സെല്ലിലോട്ട് വന്നു. അടുത്ത സെല്ല് ഒരു കണ്ടിന്യൂറ്റി ബ്രേക്കാണ്, അവിടെ ബ്ലാങ്ക് ആണ്. അതുപോലെ നമ്മൾ ഇവിടുന്ന് ക്ലിക്ക് ചെയ്തപ്പോൾ ഇത്രയും ഭാഗത്ത് ബ്ലാങ്ക് ആണ്, പക്ഷെ ഇവിടെ ഒരു കണ്ടിന്യൂറ്റി ബ്രേക്ക് വരികയാണ്, ഇവിടെ ഒരു ഡാറ്റ ഉള്ള സെല്ല് വരികയാണ്. നമുക്ക് പലപ്പോഴും നമ്മുടെ ഷീറ്റിൽ പുതിയ ഒരു റോയോ കോളമോ അല്ലെങ്കിൽ ഒരു സെല്ലോ ആഡ് ചെയ്യേണ്ടി വരാറുണ്ട്. ഇതെങ്ങനെ ആഡ് ചെയ്യാൻ നോക്കാം. ഇതിന് 2-3 മെത്തേഡുകളുണ്ട്. നമ്മൾ എവിടെയാണോ പുതിയ സെല്ല് അല്ലെങ്കിൽ കോളം ആഡ് ചെയ്യേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫസ്റ്റ് മെത്തേഡ് നമ്മൾ മെനു റിബൺ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഹോം ടാബിൽ ഇൻസേർട്ട് എന്ന് കാണാൻ പറ്റും. നമുക്ക് ഇവിടെ ഒരു ഇൻസേർട്ട് എന്ന് കാണാൻ പറ്റും ഒരു ടാബായിട്ട്. അതല്ല, ഹോം ടാബിൻ്റെ ഉള്ളിൽ കൺട്രോളായിട്ട് ഇൻസേർട്ട് എന്ന് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസേർട്ട് സെൽ, റോ, കോളം എന്നിങ്ങനെയുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. നമുക്ക് എന്താണ് ഇൻസേർട്ട് ചെയ്യേണ്ടത് അനുസരിച്ച് സെല്ലാണെങ്കിൽ സെല്ല് സെലക്ട് ചെയ്യാം, റോ ആണെങ്കിൽ റോ, അല്ലെങ്കിൽ കോളം ആണെങ്കിൽ കോളം. അടുത്ത മെത്തേഡ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇൻസേർട്ട് എന്ന് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ സെല്ല്, റോ, കോളം ഇൻസേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് ചെയ്യാനുള്ള കീബോർഡ് ഷോർട്ട് കട്ട് കൺട്രോൾ ഷിഫ്റ്റ് ഈക്വൽ ടു സൈൻ. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെയിം റോ, കോളം, സെല്ല്
ഇൻസേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ എൻ്റെ റോ കൊടുത്തു, ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു പുതിയ റോ ക്രിയേറ്റ് ചെയ്ത് വന്നു. അല്ലെങ്കിൽ നമുക്ക് ഈ മാർജിനിൽ വന്നിട്ട് ഇവിടെ വന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇവിടെ ഇൻസേർട്ട് കൊടുത്തു കഴിഞ്ഞാൽ പുതിയ റോ ആഡ് ആവും. അതുപോലെ ഇവിടെ വന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പുതിയൊരു കോളം ആഡ് ആവും. അതേപോലെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ റൈറ്റ് ക്ലിക്ക് ഡിലീറ്റ്, ഇവിടെ അതേപോലെ റൈറ്റ് ക്ലിക്ക് ഡിലീറ്റ്. ഇനി നമുക്ക് ആ ഒരു സെല്ലിലെ വാല്യൂസിനെ ഫോർമാറ്റ് ചെയ്യണമെങ്കിൽ സെല്ല് സെലക്ട് ചെയ്യാം. നമുക്ക് ഹോം ടാബിൽ ഈ കാണുന്ന ഈ കൺട്രോൾസ് ഉപയോഗിച്ച് ചെയ്യാം, അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. നമുക്കിവിടെ ഒരു മിനി ടൂൾ ബാർ ഓപ്പൺ ആയിട്ട് വരും, അത് ഉപയോഗിച്ചും ചെയ്യാം. നമുക്കിവിടെ ഫോണ്ട് സെറ്റ് ചെയ്യാം, ഫോണ്ട് സൈസ് സെറ്റ് ചെയ്യാം, ബോൾഡ്, ഇറ്റാലിക്സ്, അതുപോലെ അലൈൻമെൻറ്റ്, സെൻറ്റർ അലൈൻമെൻ്റ് ആണോ ലെഫ്റ്റ് റൈറ്റ് അലൈൻമെൻ്റ് ആണോ എന്നുള്ള കാര്യങ്ങൾ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഫിൽ കളർ കാണാൻ പറ്റും. ഫിൽ കളർ കൊടുത്തു കഴിഞ്ഞാൽ സെല്ലിൻ്റെ കളർ മാറും. ഇവിടെ ഫോണ്ട് കളർ കാണാൻ പറ്റും. ഇത് ഫോണ്ടിൻ്റെ കളർ മാറ്റാൻ വേണ്ടിയിട്ടാണ്. ബോർഡർ, സെല്ലിന് ബോർഡർ വേണോ വേണ്ടോ എന്നുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യാം. സെല്ലിലെ വാല്യൂസ് ന്യൂമറിക്കൽ വാല്യൂസ് ആണെങ്കിൽ അതിന് ഡെസിമൽ പോയിന്റ് ആഡ് ചെയ്യണമെങ്കിൽ അത് ആഡ് ചെയ്യാം, ഡെസിമൽ പോയിന്റ് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഒന്നിൽ കൂടുതൽ സെല്ലുകൾ സെലക്ട് ചെയ്തിട്ടാണ് ഈ വാല്യൂസ് ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ അത്രയും സെല്ലുകൾ നമ്മൾ സെലക്ട് ചെയ്ത സെല്ലിനൊക്കെ ഈ വാല്യൂസ് ചേഞ്ചസ് വരും. നമുക്ക് രണ്ട് രീതിയിൽ മൾട്ടിപ്പിൾ സെല്ല് സെലക്ട് ചെയ്യാം. ഒന്നുകിൽ ഷിഫ്റ്റ് ഉപയോഗിച്ച് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ കൺട്രോൾ ഉപയോഗിച്ച് സെലക്ട് ചെയ്യാം. അത് രണ്ടും എങ്ങനെയാണെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഞാൻ ആദ്യം ഷിഫ്റ്റ് ഉപയോഗിച്ച് സെലക്ട് ചെയ്യാം. ഞാൻ ഈ സെല്ല് സെലക്ട് ചെയ്തു, അതിനുശേഷം ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ സെല്ല് സെലക്ട് ചെയ്തു. ഇപ്പോൾ ഈ സെല്ലിനും ഇടയിലുള്ള മുഴുവൻ സെല്ലുകളും സെലക്ട് ആയി. ഞാൻ കൺട്രോൾ ഉപയോഗിച്ചിട്ടാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഞാൻ ഈ സെല്ല് സെലക്ട് ചെയ്തു, കൺട്രോൾ പ്രസ് ചെയ്തതിന് ശേഷം ഈ സെല്ല് സെലക്ട് ചെയ്തു. അപ്പോൾ ഈ രണ്ട് സെല്ലുകൾ മാത്രം സെലക്ട് ആയി, അതിനിടയിലുള്ള വേറെ സെല്ലുകളൊന്നും സെലക്ട് ആയില്ല. ഇനി ഞാൻ കൺട്രോൾ ഉപയോഗിച്ച് വേറൊരു സെല്ലും കൂടെ സെലക്ട് ചെയ്തു. ഇനി ഞാൻ ഇതിലെ വാല്യൂസിന് മാറ്റം വരുത്തുകയാണെങ്കിൽ ഈ സെലക്ട് ചെയ്ത സെല്ലുകൾക്ക് മാത്രമേ വാല്യൂസിന് ചേഞ്ചസ് വരുള്ളൂ. ഇതേസമയം ഞാൻ ഷിഫ്റ്റ് ഉപയോഗിച്ചാണ് സെലക്ട് ചെയ്തെങ്കിൽ ഈ വരുത്തുന്ന ചേഞ്ചസ് ഈ എല്ലാ സെല്ലിനും എഫക്റ്റ് ആവും. എനിക്ക് ഈ സെല്ല് മുതൽ ഇങ്ങോട്ടുള്ള മുഴുവൻ റോയും സെലക്ട് ചെയ്യണമെങ്കിൽ ഞാൻ ഈ സെല്ല് സെലക്ട് ചെയ്തു, അതിനുശേഷം ഷിഫ്റ്റ് കൺട്രോൾ റൈറ്റ് ഏറോ ക്ലിക്ക് ചെയ്തപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള മുഴുവൻ റോയും സെലക്ട് ആയി. അതേപോലെ താഴോട്ട് മുഴുവൻ കോളംസും സെലക്ട് ചെയ്യണമെങ്കിൽ ആ സെല്ല് സെലക്ട് ചെയ്തതിന് ശേഷം ഷിഫ്റ്റ് കൺട്രോൾ ഡൗൺ ഏറോ ക്ലിക്ക് ചെയ്തു. ഇനി ഞാൻ ഷിഫ്റ്റ് കൺട്രോൾ ഡൗൺ ക്ലിക്ക് ചെയ്തു, അതിനുശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇത്രയും ഭാഗം സെലക്ട് ആയി. ഇങ്ങനെ ഷിഫ്റ്റ് കൺട്രോൾ ഏറോ കീ കോമ്പിനേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ സെലക്ഷൻസ് നടത്താൻ പറ്റും. അതേപോലെ നമുക്ക് ഒരു എൻ്റയർ കോളം എന്ന് വെച്ചാൽ ഒരു കോളം മുഴുവനായിട്ട് സെലക്ട് ചെയ്യണമെങ്കിൽ ആ കോളം ഹെഡറിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഞാനിപ്പോൾ എൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എ എന്നുള്ള മുഴുവൻ കോളവും സെലക്ട് ആയി. അതേപോലെ റോ ആണെങ്കിൽ ആ റോ ഹെഡറിൻ്റെ മുകളിൽ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്യാം. ഞാൻ 1 ക്ലിക്ക് ചെയ്തപ്പോൾ ഈ മുഴുവൻ 1 എന്നുള്ള മുഴുവൻ റോയും സെലക്ട് ആയി. നമുക്ക് ഈ ഷീറ്റ് മുഴുവനായിട്ട് സെലക്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ഈ ഒരു ഏരിയയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഷീറ്റ് മുഴുവനായിട്ടും സെലക്ട് ആവും. അല്ലെങ്കിൽ കീബോർഡ് ഷോർട്ട്കട്ടായ കൺട്രോൾ എ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. നമ്മൾ ഇതുവരെ എക്സലിൻ്റെ കോറിലോട്ട് കടന്നിട്ടില്ല. വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഇനി വരുന്ന വീഡിയോകളിൽ നമുക്ക് എക്സലിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാം. അപ്പോൾ കൂടുതൽ ട്യൂട്ടോറിയൽ വീഡിയോസ് ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക.